നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകാതിരിക്കാനാണ് പ്രതിപക്ഷ നേതാക്കൾ എല്ലാം കൂടെ ഇന്ത്യ സഖ്യം എന്ന ഒരു മുന്നണി രൂപീകരിച്ചത്. എന്നാൽ മോദിയുടെ ആ വിജയത്തെ തകർക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അന്ന് തന്നെ മോദി ഒരു കാര്യം പറഞ്ഞിരുന്നു, 6 മാസം മാത്രമേ ഇന്ത്യ സഖ്യത്തിന്റെ കാലാവധി ഉണ്ടാകുള്ളൂ. ഒരു 6 മാസം അടുക്കാറാവുമ്പോൾ തന്നെ ഓരോ പാർട്ടിയായിട്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്നും അടിയുണ്ടാക്കി പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. ആദ്യം ആം ആദ്മി പാർട്ടി അടിയുണ്ടാക്കി പിരിഞ്ഞു. ഇപ്പോഴിതാ DMK അടിയുണ്ടാക്കി പിരിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യ സഖ്യം വലിയ പിളർപ്പിലേക്കാണ് പോകുന്നത്. അതിൽ നിന്നും DMK ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. അതായത് ഇനി ഇന്ത്യ സഖ്യവുമായിട്ട് യാതൊരു തരത്തിലുമുള്ള ഒരു സമവായത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കൂടാനായിട്ട് ഇനി DMK താല്പര്യപ്പെടുന്നില്ല എന്നാണ് സ്റ്റാലിൻ ഇപ്പോൾ പറഞ്ഞത്. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തും ഏതു സമയത്തും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊരു വാഗ്ദാനം അതായത് രാഹുൽ ഗാന്ധി സ്റ്റാലിന് നൽകിയിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് തമിഴ്നാട് ഒരു അട്ടിമറി വിജയം അവിടെ TVK നേടുന്നു. രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയ നിരീക്ഷകരെ അടക്കം അമ്പരിപ്പിക്കുന്ന ഒരു ജയം അവിടെ നേടുന്ന ഒരു കാഴ്ച കണ്ടത്. അതോടുകൂടി പതുക്കെ തന്നെ കോൺഗ്രസ് എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി അവിടെ TVKക്ക് കൈകൊടുക്കുന്ന ഒരു കാഴ്ച ഉണ്ടായി. അപ്പോൾ തന്നെ സ്റ്റാലിൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി നമ്മളെ ചതിച്ചു, അതായത് പറഞ്ഞു പറ്റിച്ചു. ഇനി ഇന്ത്യ സഖ്യവുമായിട്ട് ഇനി യാതൊരു തരത്തിലുമുള്ള ഒരു സമവായത്തിലേക്കോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇനി ഒരു തരത്തിലുമുള്ള ബന്ധം വെച്ച് പുലർത്താൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി പറ്റിച്ചു എന്ന് സ്റ്റാലിൻ ഒറ്റ വാക്കിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പോലും DMK പങ്കെടുത്തില്ല. നിലവിൽ ഇപ്പോൾ സ്റ്റാലിൻ പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു വലിയ തമാശയാണ് എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. വൈകിയാണെങ്കിലും സ്റ്റാലിൻ ആ കാര്യം മനസ്സിലായി. രാഹുൽ ഗാന്ധി ഒരു പാഴ് ജന്മമാണ്, രാഹുൽ ഗാന്ധി വലിയ നേട്ടമൊന്നുമില്ല, ഇത് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് മുറിച്ചത് നന്നായി എന്ന് ഇപ്പോൾ തന്നെ സ്റ്റാലിന് മനസ്സിലായിരിക്കണം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ഭാഷയിൽ ആക്രമണം നടത്തി തമിഴ്നാട്ടിലെ DMK ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ, അതായത് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ IT വിംഗ് രാഹുൽ ഗാന്ധിയെ ഒരു വൻ തമാശ എന്ന് വിളിച്ച് പരിഹസിച്ചപ്പോൾ DMKയുടെ ഔദ്യോഗിക മുഖപത്രമായ മുരശൈലി പ്രതിപക്ഷ ഐക്യം തകർത്തത് രാഹുൽ ഗാന്ധിയാണെന്ന് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് പുലർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളെ മുരശൈലി കടുത്ത ഭാഷയിലാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ നിലനിൽപ്പിനായി കോൺഗ്രസ് പോരാടിയ സമയത്ത് ഞങ്ങൾ അവരെ തോളിലേറ്റിയാണ് നടത്തിയത്. എന്നാൽ തിളങ്ങുന്ന പുതിയൊരു കളിപ്പാട്ടം കണ്ട രണ്ടാം വശത്ത് അവർ ഞങ്ങളെ വഞ്ചിച്ചു എന്നായിരുന്നു DMKയുടെ IT വിംഗ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. രാഹുൽ ഗാന്ധി ഒരു വലിയ തമാശയാണ് എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. തമിഴ്നാട്ടിൽ അടുത്തിടെ ഉണ്ടായ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വാക്പോര് കടുക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച 5 സീറ്റുകൾ നേടി കോൺഗ്രസ് പിന്നീട് സഖ്യം വിടുകയായിരുന്നു. തുടർന്ന് നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴക സർക്കാരിന്റെ ഭാഗമായി അവർ ഭരണത്തിൽ പങ്കാളിയായി. ഇതോടെ തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മുന്നണി സൂക്ഷ്മമായി മാറി. ദേശീയതലത്തിലും DMK കോൺഗ്രസ് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് വിളിച്ചു ചേർത്ത ഇന്ത്യ മുന്നണിയുടെ യോഗം DMK അടുത്തിടെ ബഹിഷ്കരിച്ചിരുന്നു. എങ്കിലും മുന്നണിയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന വിഷയങ്ങളെ തുടർന്നും പിന്തുണയ്ക്കുമെന്നാണ് DMK വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണെന്നും എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ ആ ഐക്യം തകർത്തത് അദ്ദേഹം തന്നെയാണെന്നും മുരശൈലി പത്രാധിപ കുറിപ്പിൽ പറയുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ മുരശൈലി വിശദമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടതും LDF സർക്കാരിന് BJPയുമായി രഹസ്യധാരണ ഉണ്ടെന്ന് ആരോപിച്ചതും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു. BJPയെ നേരിടുന്നതിനേക്കാൾ സ്വന്തം സഖ്യകക്ഷികളെ തകർക്കാനാണോ കോൺഗ്രസിന് താല്പര്യമെന്ന് ഇടത് നേതാക്കൾ ചോദിച്ച കാര്യവും മുഖപത്രം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്.